ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നോളജ് സെൻറ്റർ. ഇന്ന് നമ്മൾ 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ 2ാമത്തെ ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്. ചാപ്റ്ററിൻ്റെ പേര് മധ്യകാല ലോകം. അപ്പോൾ നമ്മൾ ഇതുവരെ എന്താണ് പഠിച്ചത്? ആദ്യ ഭാഗത്ത് സോഷ്യൽ സയൻസിൽ മധ്യകാല ഇന്ത്യയെ പറ്റിയാണല്ലേ പഠിച്ചത്. മധ്യകാല ഇന്ത്യയിലെ ഭരണത്തെക്കുറിച്ചും അന്നത്തെ ജീവിത സാഹചര്യങ്ങളെക്കുറിച്ചും പിന്നെന്താണ് നമ്മൾ ഈ ഒരു സെക്കൻഡ് പാർട്ടിൽ പഠിച്ചത് എന്താണ്, കലയും സാഹിത്യവും ചിത്രരചനയിലൊക്കെ മധ്യകാലഘട്ടത്തിലുണ്ടായ മാറ്റങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ. ഇനി നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ മധ്യകാല ലോകത്തെക്കുറിച്ചാണ് പഠിക്കാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ് യൂസ്ഫുൾ ആകുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണേ. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. 8ാമത്തെ ചാപ്റ്ററായ മധ്യകാല ലോകം. സി 5ാം നൂറ്റാണ്ട് മുതൽ 15ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടമാണ് എന്ത്, ലോക ചരിത്രത്തിൽ മധ്യകാലം എന്നറിയപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ ചരിത്രത്തിലെ മധ്യകാലം എന്തായിരുന്നു? 8ാം നൂറ്റാണ്ട് മുതൽ 18ാം നൂറ്റാണ്ട് വരെയാണ്. എന്നാൽ എന്താണ്, ലോക ചരിത്രത്തിൽ 5ാം നൂറ്റാണ്ട് മുതൽ 15ാം നൂറ്റാണ്ട് വരെയാണ്. സി 5ാം നൂറ്റാണ്ട് മുതൽ 15ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടമാണ് എന്ത്, നമ്മുടെ മധ്യകാല ലോകമെന്ന് ലോക ചരിത്രത്തിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു 5ാം നൂറ്റാണ്ട് മുതൽ 15ാം നൂറ്റാണ്ട് വരെയുള്ള ലോക ചരിത്രത്തിലെ യൂറോപ്പിൻ്റെ ചരിത്രത്തെക്കുറിച്ചുള്ളൊരു വിവരണമാണ് ആദ്യം തന്നെ കൊടുത്തിട്ടുള്ളത്. കാലം സി 5ാം നൂറ്റാണ്ട്. യൂറോപ്പിലെ ജനങ്ങൾ ഓരോ ദിവസവും ഭീതിയോടെയാണ് തള്ളി നീക്കിയത്. വടക്കൻ യൂറോപ്പിൽ നിന്നുള്ള ജർമാനിക് വർഗ്ഗക്കാരുടെ നിരന്തര ആക്രമണങ്ങളായിരുന്നു അവരുടെ ഭീതിക്ക് കാരണം. ഇരച്ചു വന്ന ആക്രമണകാരികൾ നഗരങ്ങൾ കൊള്ളയടിക്കുകയും ആളുകളെ കൂട്ടുകുരുതി നടത്തുകയും ചെയ്തു. ജനങ്ങൾ രാജാക്കന്മാരോട് സങ്കടമുണർത്തിച്ചെങ്കിലും അവരും നിസ്സഹായരായിരുന്നു. അവസാനം രാജാക്കന്മാർ ഒരു വഴി കണ്ടെത്തി. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്നവർക്ക് രാജ്യത്തെ ഭൂമി വീതിച്ചു നൽകുമെന്ന് പ്രഖ്യാപിച്ചു. ധീരന്മാരും യുദ്ധവീരന്മാരുമായ നിരവധി പ്രഭുക്കൾ ജനങ്ങളുടെ സംരക്ഷകരായി രംഗത്തു വന്നു. പ്രതിഫലമായി ലഭിച്ച ഭൂമി തങ്ങളോട് കൂറു പുലർത്തുകയും സേവനങ്ങൾ നൽകാൻ തയ്യാറായവർക്കും അവർ വീതിച്ചു നൽകി. ഇങ്ങനെ ഭൂമി ലഭിച്ചവർ അതേ വ്യവസ്ഥയിൽ മറ്റു ചിലർക്ക് ഭൂമി കൈമാറി. ഇത്തരത്തിൽ വിതരണം ചെയ്ത ഭൂമിയിൽ കർഷകരെ കൊണ്ട് പകലന്തിയോളം ജോലി ചെയ്യിച്ചു. അടിമകളുടേതിന് തുല്യമായിരുന്നു കർഷകരുടെ ജീവിതം. അപ്പോൾ സി 5ാം നൂറ്റാണ്ടിലുള്ള ജനങ്ങളുടെ ജീവിതത്തെക്കുറിച്ചാണ് പറയുന്നത്. യൂറോപ്പിലെ ജനങ്ങളുടെ ജീവിതത്തെക്കുറിച്ചാണ് പറയുന്നത്. ആ ഒരു കാലഘട്ടത്തിൽ കൂടുതൽ ഭൂമിയും പ്രഭുക്കന്മാരുടെ കൈവശം എത്തിയതിൻ്റെ ഒരു റീസൺ ആണ് ഇവിടെ പറയുന്നത്. എന്താണ്, യൂറോപ്പിലെ ജനങ്ങൾ ഓരോ ദിവസവും ഭീതിയോടെയാണ് തള്ളി നീക്കിയത്. വടക്കൻ യൂറോപ്പിൽ നിന്നുള്ള ജർമാനിക് വിഭാഗക്കാരുടെ നിരന്തര ആക്രമണങ്ങളായിരുന്നു അവരുടെ ഭീതിക്ക് കാരണം. അപ്പോൾ ഈ ഒരു സാഹചര്യത്തെ അതിജീവിക്കാൻ എന്താണ്, ആ ഒരു കാലഘട്ടത്തിലെ രാജാക്കന്മാർ ഒരു വഴി കണ്ടെത്തി. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്നവർക്ക് രാജ്യത്തെ ഭൂമി വീതിച്ചു നൽകുമെന്ന് പ്രഖ്യാപിച്ചു. ധീരന്മാരും യുദ്ധവീരന്മാരുമായിട്ടുള്ള നിരവധി പ്രഭുക്കൾ എന്താണ്, ജനങ്ങളുടെ സംരക്ഷകരായിട്ട് രംഗത്ത് വന്നു. പ്രതിഫലമായിട്ട് ഇവർക്ക് എന്താണ്, ഭൂമികൾ ലഭിച്ചു അല്ലേ. ഇങ്ങനെ ലഭിച്ച ഭൂമി ഇവരെ കൈമാറി വന്നു. ഇത്തരത്തിൽ എന്താണ്, ഈ ഒരു കൈമാറി വന്ന ഭൂമിയിൽ കർഷകരെ കൊണ്ടത് പകലന്തിയോളം ജോലി ചെയ്യിച്ചു. ഈ ഒരു കർഷകരുടെ ജീവിതം എന്താണ്, അടിമകളുടെ ജീവിതത്തിന് തുല്യമായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ നിന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ഇവിടെ ഒരു ഡയഗ്രാണ് കൊടുത്തിട്ടുള്ളത്. മധ്യകാല യൂറോപ്യൻ സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങളെയാണ് ഈ ഒരു ഡയഗ്രത്തിലൂടെ നമുക്ക് കാണുന്നത്. ഇതൊരു പിരമിഡ് ഷേപ്പാണ് അല്ലേ. ഏറ്റവും മുകളിലായിട്ട് രാജാവാണ് ഏറ്റവും ഉയർന്ന സ്ഥാനം രാജാവിനായിരുന്നു. അതിൻ്റെ താഴെ പ്രഭുക്കന്മാർ വരും, പിന്നെ ഇടപ്രഭുക്കന്മാർ, പിന്നെയാണ് കർഷകർ വരുന്നത്. രാജാവ് സൈനിക സേവനത്തിന്റെ പ്രതിഫലം എന്നോണം എന്താണ്, പ്രഭുക്കന്മാർക്ക് ഭൂമി കൈമാറി നമ്മൾ പഠിച്ചില്ലേ. ഇതെന്താണ്, ഈ ഒരു ഭൂമിയിൽ ഒരു ഭാഗം ഇവർ ഇടപ്രഭുക്കന്മാർക്ക് നൽകിയിരുന്നു. അവർ ചെയ്തു കൊടുക്കുന്ന സേവനങ്ങൾക്ക് പ്രതിഫലമായിട്ടാണ് ഇങ്ങനെ കൊടുത്തിരുന്നത്. അപ്പോൾ ഈ ഇടപ്രഭുക്കന്മാരാണ് കൃഷിഭൂമികളിൽ കർഷകരെ കൊണ്ട് പണിയെടുപ്പിച്ചിരുന്നത്. ഈ ഒരു സാമൂഹിക വ്യവസ്ഥിതിയായിരുന്നു ആ ഒരു മധ്യകാല യൂറോപ്പിലെ പണ്ടൊക്കെ രൂപപ്പെട്ടത്. ഈ ഒരു സാമൂഹിക വ്യവസ്ഥിതിയാണ് ഫ്യൂഡലിസം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ഫ്യൂഡൽ സമൂഹത്തിലെ ഏറ്റവും താഴെത്തട്ടിലുള്ളവർ കർഷകരായിരുന്നു കേട്ടോ. ആ ഒരു ഫ്യൂഡൽ സമൂഹത്തിലെ ഏറ്റവും താഴെത്തട്ടിലുള്ളവർ കർഷകരായിരുന്നു. പിന്നെന്താണ്, സമൂഹത്തിൽ ഏറ്റവും കൂടുതലുള്ളവരും വിഭാഗം എന്തായിരുന്നു, കർഷകർ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ സമൂഹത്തിൽ എന്താണ്, ഫ്യൂഡൽ സമൂഹത്തിലെ ഏറ്റവും താഴെത്തട്ടിലുള്ളവർ അതുപോലെ തന്നെ ഏറ്റവും കൂടുതലുള്ള വിഭാഗം എന്താണ്, കർഷകർ തന്നെയാണ്. പ്രഭുക്കന്മാരുടെ കൃഷിയിടങ്ങളിലും വീടുകളിലൊക്കെ ജോലി ചെയ്യാൻ ഇവർ നിർബന്ധിതരായിരുന്നു. അപ്പോൾ ഫ്യൂഡൽ സമൂഹത്തിലെ ഏറ്റവും താഴെത്തട്ടിലുള്ളവർ കർഷകരായിരുന്നു. സമൂഹത്തിലെ ഏറ്റവും കൂടുതലുള്ള വിഭാഗവും കർഷകർ തന്നെയായിരുന്നു. ഇവരെന്താണ്, പ്രഭുക്കന്മാരുടെ കൃഷിയിടങ്ങളിലും അതുപോലെ വീടുകളിലൊക്കെ ജോലി ചെയ്യാൻ കർഷകർ നിർബന്ധിതരായി.
ഇനി എന്താണ്? പ്രഭുക്കന്മാരുടെ കൈവശമുണ്ടായിരുന്ന വിശാലമായ പ്രദേശങ്ങളെയാണ് മാനർ എന്ന് വിളിച്ചിരുന്നത്. ആ ഒരു കാലഘട്ടത്തിൽ പ്രഭുക്കന്മാരുടെ കൈവശമുണ്ടായിരുന്ന വിശാലമായ പ്രദേശങ്ങളെ മാനർ എന്നാണ് വിളിച്ചിരുന്നത്. ഓരോ മാനറിലും കൃഷിഭൂമിക്ക് പുറമെ മേച്ചിൽ സ്ഥലങ്ങൾ, പ്രഭുവിൻ്റെ വലിയ വീട്, മില്ലുകൾ, കർഷകരുടെ കുടിലുകൾ, പ്രാർത്ഥനാലയം തുടങ്ങിയവ ഉണ്ടായിരുന്നു. അപ്പൊ എന്താണ് മാനർ? പ്രഭുക്കന്മാരുടെ കൈവശം ഉണ്ടായിരുന്ന ഭൂമിയാണ് മാനർ എന്ന് വിളിച്ചിരുന്നത്. ഈ ഓരോ മാനറിൽ കൃഷിഭൂമി മാത്രമായിരുന്നില്ല, പിന്നെ എന്തൊക്കെയായിരുന്നു? മേച്ചിൽ സ്ഥലങ്ങളും, പ്രഭുവിൻ്റെ വീട്, മില്ലുകൾ, കർഷകരുടെ കുടിലുകൾ, പ്രാർത്ഥനാലയം ഒക്കെ എന്തായിരുന്നു? പ്രാർത്ഥനാലയം എല്ലാം എന്താണ്? ഈ ഒരു മാനറിൽ ഉൾപ്പെട്ടിരുന്നു. എല്ലാം അടങ്ങിയ വലിയ ഭൂപ്രദേശങ്ങളെയാണ് എന്ത്? മാനർ എന്ന് വിളിച്ചിരുന്നത്. അടുത്തതായിട്ട് ഒരു ബോക്സ് കൊടുത്തിട്ടുള്ളതാണ് ഫ്യൂഡലിസം. ഫ്യൂഡ് എന്ന ജർമ്മൻ പദത്തിൽ നിന്നാണ് ഫ്യൂഡലിസം എന്ന പദം രൂപപ്പെട്ടത്. ഫ്യൂഡ് എന്നാൽ ഒരു തുണ്ട് ഭൂമി എന്നാണ് അർത്ഥം. അപ്പോൾ ഫ്യൂഡലിസം എന്ന പദം രൂപപ്പെട്ടത് ഫ്യൂഡ് എന്ന ജർമ്മൻ പദത്തിൽ നിന്നാണ്. അപ്പോൾ ഫ്യൂഡ് എന്നാൽ എന്താണ്? ഒരു തുണ്ട് ഭൂമി എന്നാണ് ഫ്യൂഡ് എന്ന പദത്തിൻ്റെ അർത്ഥം. അപ്പോൾ ജർമ്മൻ പദത്തിൽ നിന്നാണ് ഫ്യൂഡലിസം എന്ന പദം രൂപപ്പെട്ടത്. അടുത്ത ഹെഡിംഗ് ആണ് നഗരങ്ങൾ, കച്ചവടം, കച്ചവട കൂട്ടായ്മകൾ. ഫ്യൂഡലിസം നിലനിന്ന മധ്യകാലഘട്ടത്തിന്റെ തുടക്കത്തിൽ കച്ചവടത്തിന് വലിയ പ്രാധാന്യമില്ലായിരുന്നു. മാനറുകളിലെ ഉൽപ്പന്നങ്ങൾ അവിടെ തന്നെ വിനിയോഗിച്ചു. ഓരോ പ്രദേശത്തും സംഘടിക്കപ്പെട്ട ചന്തകളിലൂടെയാണ് ഉൽപ്പന്നങ്ങളും കാർഷികോപകരണങ്ങളും വിനിമയം ചെയ്തത്. അപ്പം എന്താണ്? ഫ്യൂഡലിസം നിലനിന്ന മധ്യകാലഘട്ടത്തിൻ്റെ തുടക്കത്തിൽ എന്തായിരുന്നു? കച്ചവടത്തിന് വലിയ പ്രാധാന്യം ഇല്ലായിരുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ മാനറുകളിലെ ഉൽപ്പന്നങ്ങൾ അവിടെ തന്നെ വിനിയോഗിച്ചു. ഓരോ പ്രദേശത്തും സംഘടിപ്പിക്കപ്പെട്ട ചന്തകളിലൂടെയാണ് ഉൽപ്പന്നങ്ങളും കാർഷികോപകരണങ്ങളും വിനിമയം ചെയ്തത്. പിന്നീട് C11 നൂറ്റാണ്ടോടെ യൂറോപ്പിൽ നിരവധി പുതിയ നഗരങ്ങൾ വളർന്നു വന്നു. കച്ചവട പ്രാധാന്യമുള്ള സ്ഥലങ്ങളും കരകൗശല വ്യവസായ കേന്ദ്രങ്ങളുമാണ് നഗരങ്ങളായി മാറിയത്. തുറമുഖങ്ങളെ കേന്ദ്രീകരിച്ചും ചില നഗരങ്ങൾ ഉയർന്നു വന്നു. ഇറ്റലിയിലായിരുന്നു ഇത്തരത്തിലുള്ള പുതിയ നഗരങ്ങൾ ആദ്യം രൂപപ്പെട്ടത്. അപ്പോൾ C11 നൂറ്റാണ്ടോടെ യൂറോപ്പിൽ നിരവധി പുതിയ നഗരങ്ങൾ വളർന്നു വന്നു എന്നാണ് പറയുന്നത്. കച്ചവട പ്രാധാന്യമുള്ള സ്ഥലങ്ങളും കരകൗശല വ്യവസായ കേന്ദ്രങ്ങളുമാണ് നഗരങ്ങളായിട്ട് മാറിയത്. തുറമുഖങ്ങളെ കേന്ദ്രീകരിച്ചും ചില നഗരങ്ങൾ ഉയർന്നു വന്നു. ഇറ്റലിയിലായിരുന്നു ഇത്തരത്തിലുള്ള പുതിയ നഗരങ്ങൾ ആദ്യം രൂപപ്പെട്ടത്. ഏഷ്യൻ രാജ്യങ്ങളുമായും പടിഞ്ഞാറൻ യൂറോപ്യൻ രാജ്യങ്ങളുമായും ഇറ്റലിയിലെ നഗരങ്ങൾ കച്ചവടം നടത്തിയിരുന്നു. അപ്പോൾ C11 നൂറ്റാണ്ടോടുകൂടി എന്താണ്? യൂറോപ്പിൽ നിരവധി നഗരങ്ങൾ വളർന്നു വന്നിരുന്നു. ഇത്തരത്തിൽ ആദ്യമായി നഗരങ്ങൾ വളർന്നു വന്നത് എടാ? ഇറ്റലിയിലായിരുന്നു ഇങ്ങനെയുള്ള നഗരങ്ങൾ ആദ്യം രൂപപ്പെട്ടത്. ഇറ്റലി ഏഷ്യൻ രാജ്യങ്ങളുമായും അതുപോലെ പടിഞ്ഞാറൻ യൂറോപ്യൻ രാജ്യങ്ങളായിട്ടൊക്കെ എന്താണ്? കച്ചവടം നടത്തിയിരുന്നു. വെനീസ്, മിലാൻ, ഫ്ലോറൻസ്, ജനോവ എന്നിവയായിരുന്നു ഇറ്റലിയിലെ പ്രധാന നഗരങ്ങൾ. ഇറ്റലിയിലെ പ്രധാന നഗരങ്ങൾ ഏതൊക്കെയാണ്? വെനീസ്, മിലാന്, ഫ്ലോറൻസ്, ജനോവ. വെനീസ്, മിലാന്, ഫ്ലോറൻസ്, ജനോവ എന്നിവയായിരുന്നു. ജർമ്മനിയിലെ ന്യൂറംബർഗ്, അതുപോലെ തുർക്കിയിലെ കോൺസ്റ്റാന്റിനോപ്പിൾ ഇവ എന്താണ്? ഇക്കാലത്തെ പ്രധാന നഗരങ്ങളായിരുന്നു ഇവ രണ്ടും. ഇന്ത്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള സുഗന്ധവ്യഞ്ജനങ്ങൾ, രത്നങ്ങൾ, തുണിത്തരങ്ങൾ തുടങ്ങിയവ പ്രധാനമായും എത്തിയത് ഈ നഗരങ്ങളിലേക്കായിരുന്നു. ഇവിടെ നിന്നാണ് മറ്റു യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ഈ ഉൽപ്പന്നങ്ങൾ കൊണ്ടുപോയത്. അപ്പോൾ C11 നൂറ്റാണ്ടിൽ ഒരുപാട് നഗരങ്ങൾ വളർന്നു വന്നെന്ന് പറഞ്ഞില്ലേ? അതിൽ പ്രധാനപ്പെട്ടതായിരുന്നു എന്ത്? ജർമ്മനിയിലെ ന്യൂറംബർഗും അതുപോലെ തുർക്കിയിലെ കോൺസ്റ്റാന്റിനോപ്പിളും. ആ ഒരു നഗരങ്ങളിൽ എന്തായിരുന്നു? ഇന്ത്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള സുഗന്ധവ്യഞ്ജനങ്ങളും അതുപോലെ രത്നങ്ങൾ, തുണിത്തരങ്ങൾ തുടങ്ങിയവ പ്രധാനമായിട്ടും എത്തിയത് ഈ നഗരങ്ങളിലേക്കായിരുന്നു. ഇവിടെ നിന്നാണ് മറ്റു യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ഈ ഉൽപ്പന്നങ്ങളൊക്കെ കൊണ്ടുപോയത്. ഇങ്ങനെ മധ്യകാലഘട്ടത്തിൽ ഉയർന്നു വന്ന മിക്ക നഗരങ്ങൾക്കും സ്വന്തമായിട്ട് ഭരണ സംവിധാനം ഉണ്ടായിരുന്നു. ഓരോ നഗരവും വലിയ ചുറ്റുമതിലുകളാൽ സംരക്ഷിക്കപ്പെട്ടിരുന്നു. അപ്പോൾ ഇങ്ങനെ വളർന്നു വന്ന നഗരങ്ങളിലൊക്കെ എന്താണ്? സ്വന്തമായിട്ട് ഭരണ സംവിധാനം ഉണ്ടായിരുന്നു. ഓരോ നഗരവും വലിയ ചുറ്റുമതിലുകളാൽ സംരക്ഷിക്കപ്പെട്ടിരുന്നു. ശുചീകരണ കാര്യത്തിൽ വളരെ പിന്നോക്കമായിരുന്നതിനാൽ ഇത്തരം നഗരങ്ങളിൽ പ്ലേഗ് പോലുള്ള പകർച്ചവ്യാധികളുടെ ഭീഷണിയിലായി. അപ്പോൾ എന്താണ് പറഞ്ഞത്? ശുചീകരണ കാര്യത്തിൽ എന്താണ്? ഈ ഒരു നഗരങ്ങളൊക്കെ വളരെ പിന്നോട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എന്താണ്? പ്ലേഗ് പോലുള്ള പകർച്ചവ്യാധികളൊക്കെ അവിടെ വ്യാപകമായി. അന്നത്തെ കാലത്ത് യൂറോപ്പിൻ്റെ ഒരു ഭൂപടമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതിൽ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട നഗരങ്ങളൊക്കെ നമുക്ക് കാണാം. ന്യൂറംബർഗ്, ജർമ്മനിയിലെ ന്യൂറംബർഗ്, പിന്നെ എന്തൊക്കെയാണ്? ജനോവ, കോൺസ്റ്റാന്റിനോപ്പിൾ, മിലാന്, അതുപോലെ വെനീസ്, ഫ്ലോറൻസ്, ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ? ഇതെല്ലാം അടുത്തടുത്തുള്ള നഗരങ്ങളായിരുന്നു യൂറോപ്പിൽ. ഈ ഓരോ നഗരങ്ങളിലും ഓരോ ഭരണ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെന്താ പറഞ്ഞത്? ഓരോ നഗരങ്ങളും എന്താണ്? വൻ മതിലുകൾ കൊണ്ട് എന്താണ്? വേർതിരിക്കപ്പെട്ടിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ?
യൂറോപ്പിൽ പുതുതായി വളർന്നു വന്ന നഗരങ്ങൾ കരകൗശല വ്യവസായത്തിന്റെയും കച്ചവടത്തിന്റെയും കേന്ദ്രങ്ങളായിരുന്നു. ഈ നഗരങ്ങളിലെ കച്ചവടക്കാർ ഗിൽഡുകൾ എന്നറിയപ്പെടുന്ന കൂട്ടായ്മകൾ രൂപീകരിച്ചു. അപ്പോൾ പുതുതായി വളർന്നു വന്ന നഗരങ്ങൾ കരകൗശല വ്യവസായത്തിന്റെയും കച്ചവടത്തിന്റെയും കേന്ദ്രങ്ങളായിരുന്നു. അപ്പോൾ ഈ നഗരങ്ങളിലെ കച്ചവടക്കാരെന്താണ് ഗിൽഡുകൾ എന്ന കൂട്ടായ്മ രൂപീകരിച്ചു. എന്താണ് ഗിൽഡുകൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു കച്ചവടക്കാരുടെ കൂട്ടായ്മയാണ് ഗിൽഡുകൾ എന്നറിയപ്പെടുന്നത്. കച്ചവടക്കാർക്ക് പുറമെ ഇരുമ്പ് പണിക്കാർ, സ്വർണ്ണപ്പണിക്കാർ, തുകൽ പണിക്കാർ, മരപ്പണിക്കാർ എന്നിവരും ഗിൽഡുകൾ രൂപീകരിച്ചിരുന്നു. വിവിധതരം ഉൽപ്പന്നങ്ങളുടെ വില, ഗുണനിലവാരം, തൊഴിലാളികളുടെ ജോലി സമയം എന്നിവ നിശ്ചയിച്ചത് ഗിൽഡുകളായിരുന്നു. അപ്പോൾ ഈ ഒരു ഗിൽഡുകളാണ് വിവിധതരം ഉൽപ്പന്നങ്ങളുടെ വിലയും ഗുണനിലവാരം അതുപോലെ തൊഴിലാളികളുടെ ജോലി സമയം എന്നിവയൊക്കെ നിശ്ചയിച്ചതായിരുന്നു ഗിൽഡുകളായിരുന്നു. അപ്പോൾ ഇന്നത്തെ കാലത്തുള്ള ഒരുപാട് തൊഴിലാളി സംഘടനകൾ ഉണ്ട് അല്ലേ. അപ്പോൾ ആ ഒരു യൂറോപ്പിലെ മധ്യകാലത്ത് ഉണ്ടായിരുന്ന തൊഴിലാളി കൂട്ടായ്മകളാണ് ഗിൽഡുകൾ എന്നറിയപ്പെടുന്നത്. ഗിൽഡുകളാണ് വിവിധതരം ഉൽപ്പന്നങ്ങളുടെ വിലയും ഗുണനിലവാരം അതുപോലെ തൊഴിലാളികളുടെ ജോലി സമയമൊക്കെ നിശ്ചയിച്ചിരുന്നത് ഗിൽഡുകളായിരുന്നു. ഇനി അടുത്തൊരു ഹെഡിങ് ആണ് വിജ്ഞാനവും കലയും മധ്യകാല യൂറോപ്പിൽ. മധ്യകാല യൂറോപ്പിൽ വിജ്ഞാനം, കല എന്നീ മേഖലകളിൽ ശ്രദ്ധേയമായ പുരോഗതി ഉണ്ടായി. ക്രിസ്ത്യൻ പള്ളികളും സന്യാസി മഠങ്ങളുമായിരുന്നു വിദ്യാഭ്യാസത്തിന്റെ പ്രധാന കേന്ദ്രങ്ങൾ. സന്യാസി മഠങ്ങളോടനുബന്ധിച്ച് ലൈബ്രറികൾ ഉണ്ടായിരുന്നു. അച്ചടി സമ്പ്രദായം ഇല്ലാതിരുന്ന അക്കാലത്ത് പല പുസ്തകങ്ങളുടെയും കൈയെഴുത്ത് പ്രതികൾ ഉണ്ടാക്കി സന്യാസി മഠങ്ങളിൽ സൂക്ഷിച്ചിരുന്നു. അപ്പോൾ എന്താണ് ആ ഒരു മധ്യകാലഘട്ടത്തിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ക്രിസ്ത്യൻ പള്ളികളും സന്യാസി മഠങ്ങളും ആയിരുന്നു വിദ്യാഭ്യാസത്തിന്റെ പ്രധാന കേന്ദ്രങ്ങൾ. അതുപോലെ അച്ചടി സമ്പ്രദായം ഇല്ലാതിരുന്ന അക്കാലത്ത് എന്താണ് പുസ്തകങ്ങളൊക്കെ കൈയെഴുത്ത് പ്രതികളാക്കിയാണ് സന്യാസി മഠങ്ങളിലൊക്കെ സൂക്ഷിച്ചിരുന്നത്. അപ്പോൾ മധ്യകാല യൂറോപ്പിൽ വിജ്ഞാനം, കല എന്നീ മേഖലകളിലൊക്കെ എന്താണ് പുരോഗതി ഉണ്ടായിരുന്നു നമുക്ക് മനസ്സിലാക്കാം. കൈയെഴുത്ത് പ്രതികൾ തയ്യാറാക്കുന്ന ഒരു ചിത്രകാരന്റെ ഭാവന എന്ന് പറഞ്ഞൊരു ചിത്രം കൊടുത്തിട്ടുണ്ട് ഇവിടെ. മധ്യകാലഘട്ടത്തിൽ യൂറോപ്പിൽ നിരവധി സർവകലാശാലകൾ ഉണ്ടായിരുന്നു. വിജ്ഞാനത്തിന്റെ കേന്ദ്രങ്ങളായിരുന്നു അവ. അപ്പോൾ ഒരുപാട് സർവകലാശാലകൾ കൊടുത്തിട്ടുണ്ട്. ഇറ്റലി, സ്പെയിൻ, ഫ്രാൻസ്, ഇംഗ്ലണ്ട് തുടങ്ങിയവരിലൊക്കെ ഉണ്ടായിരുന്ന സർവകലാശാലകളാണ്. ഇറ്റലിയിൽ ഏതാണ്? പാദുവ ഈ രണ്ട് സർവകലാശാലകളാണ് ഇറ്റലിയിൽ ഉണ്ടായിരുന്നത്. ഇനി സ്പെയിനിൽ പാർമ അതുപോലെ കൊർദോവ സ്പെയിനിൽ ഉണ്ടായിരുന്ന സർവകലാശാലയാണ് പാർമ. ഇനി ഫ്രാൻസിൽ ഏതൊക്കെയാണ്? പാരീസ് അതുപോലെ പാരീസും ടുലോസും ഫ്രാൻസിലെ സർവകലാശാലകളാണ്. ഇനി ഇംഗ്ലണ്ടിൽ ഓക്സ്ഫോർഡും കേംബ്രിഡ്ജും ആയിരുന്നു. ഇംഗ്ലണ്ടിൽ ഉണ്ടായിരുന്ന സർവകലാശാലകളാണ് ഓക്സ്ഫോർഡും കേംബ്രിഡ്ജും. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, നോട്ട് ചെയ്യണേ. ഇറ്റലിയിൽ പാദുവ, സ്പെയിനിൽ പാർമയും കൊർദോവ, അതുപോലെ ഫ്രാൻസിൽ പാരീസ് അതുപോലെ ടുലോസ്, ഇംഗ്ലണ്ടിൽ ഓക്സ്ഫോർഡും കേംബ്രിഡ്ജും. അപ്പോൾ ഇംഗ്ലണ്ടിലെ ഓക്സ്ഫോർഡും കേംബ്രിഡ്ജും അതുപോലെ ഫ്രാൻസിലെ പാരീസൊക്കെ നമുക്ക് അത്യാവശ്യം ഒരു അറിയാവുന്നതായിരിക്കും. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യണേ. മധ്യകാലഘട്ടത്തിൽ നിർമ്മിച്ച ക്രിസ്ത്യൻ പള്ളികൾ അക്കാലത്തെ വാസ്തുവിദ്യാരംഗത്തെ നേട്ടങ്ങൾക്ക് ഉദാഹരണമാണ്. കമാനങ്ങളും വിശാലമായ മുറികളും അക്കാലത്ത് നിർമ്മിച്ച പള്ളികളുടെ പ്രത്യേകതകളാണ്. റോമനക്സ് ശൈലി എന്നാണ് ഈ ഒരു നിർമ്മാണ രീതി അറിയപ്പെടുന്നത്. 12ാം നൂറ്റാണ്ടോടെ ഗോത്തിക് എന്നറിയപ്പെടുന്ന ഒരു പുതിയ നിർമ്മാണ ശൈലിയും നിലവിൽ വന്നു. കൂർത്ത ഗോപുരങ്ങൾ ഈ ശൈലിയുടെ സവിശേഷതയാണ്. അപ്പോൾ മധ്യകാലഘട്ടത്തിൽ നിർമ്മാണ രംഗത്തുള്ള ഒരു പുതിയ ശൈലിയാണ് റോമനക്സ് ശൈലിയിൽ എങ്ങനെയാണ് നിർമ്മിച്ചിരുന്നത്? കമാനങ്ങളും വിശാലമായ മുറികളൊക്കെ ആ ഒരു ശൈലിയുടെ പ്രത്യേകതയായിരുന്നു. അപ്പോൾ റോമനക്സ് എന്നുള്ളത് എന്താണ്? റോമനക്സ് മധ്യകാലഘട്ടത്തിൽ നിന്നുള്ള ഒരു നിർമ്മാണ രീതിയാണ്. യൂറോപ്യൻ രാജ്യങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു നിർമ്മാണ രീതിയാണ് റോമനക്സ് ശൈലി. പിന്നെ 12ാം നൂറ്റാണ്ടോടെ ഗോത്തിക് എന്നറിയപ്പെടുന്ന ഒരു പുതിയ നിർമ്മാണ ശൈലി നിലവിൽ വന്നു. കൂർത്ത ഗോപുരങ്ങളാണ് ഈ ഒരു വാസ്തുവിദ്യാ ശൈലിയുടെ പ്രത്യേകത. കഴിഞ്ഞ ക്ലാസ്സിൽ ഇന്ത്യയിൽ നിലവിലുണ്ടായിരുന്ന വാസ്തുവിദ്യാ ശൈലികൾ, മധ്യകാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന വാസ്തുവിദ്യാ ശൈലികളെ കുറിച്ച് പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ ഗോത്തിക് ശൈലിയെ പറ്റി. 16ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാരാണ് ഈ ഒരു വാസ്തുവിദ്യാ ശൈലി ഇന്ത്യയിൽ കൊണ്ടുവന്നത്. കൂർത്ത ഗോപുരങ്ങളായിരുന്നു ഈ ഒരു വാസ്തുവിദ്യാ ശൈലിയുടെ പ്രത്യേകത എന്നും പറഞ്ഞല്ലേ. എവിടെയൊക്കെയായിരുന്നു നമ്മുടെ ഇന്ത്യയിൽ ഇങ്ങനെ ഗോത്തിക് ശൈലി നിർമ്മിച്ചിട്ടുള്ള പള്ളികൾ? അതുപോലെ സെൻറ്റ് ഫ്രാൻസിസ് പള്ളി ഉണ്ടല്ലേ, കൊച്ചിയിലെ സെൻറ്റ് ഫ്രാൻസിസ് പള്ളിയും അതുപോലെ ഗോവയിലെ ബോം ജീസസ് പള്ളി എന്നാണ് ഈ ഒരു ഗോത്തിക് ശൈലിയിൽ ഇന്ത്യയിൽ നിർമ്മിച്ച പള്ളികളിൽ ഉദാഹരണമാണ്.
ഇനി ഇവിടെ 2 ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആദ്യത്തേത് റോമൻ ശൈലിയിൽ നിർമ്മിച്ചിട്ടുള്ളൊരു കെട്ടിടമാണ്, രണ്ടാമത്തേത് ഗോത്തിക് ശൈലിയിൽ നിർമ്മിച്ചതും. അപ്പോൾ റോമൻ ശൈലിയിലുള്ള കെട്ടിടങ്ങളുടെ പ്രത്യേകത എന്തായിരുന്നു? കമാനങ്ങളും വിശാലമായ മുറികളും ഉണ്ടായിരുന്നു റോമൻ ശൈലിയിൽ. എന്നാൽ എന്താണ് ഗോത്തിക് ശൈലിയുടെ പ്രത്യേകത? കൂർത്ത ഗോപുരങ്ങളാണ് ആ ഒരു കെട്ടിടത്തിനുണ്ടായിരുന്നത്. അടുത്ത ഹെഡിങ് ആണ് മധ്യകാല ചൈനയും അറബ് ലോകവും. നമ്മൾ ഇതുവരെ പഠിച്ചെന്താ? മധ്യകാല യൂറോപ്പിനെ കുറിച്ചാണ് അല്ലേ. എന്നാൽ ഈ ഒരു മധ്യകാലഘട്ടത്തിൽ ചൈനക്കാരും അറബികളൊക്കെ ലോകത്തിന് കലയുടെയും അതുപോലെ വിജ്ഞാനത്തിൻ്റെയും ഒക്കെ മേഖലകളിൽ എത്രത്തോളം സംഭാവനകൾ നൽകിയിട്ടുണ്ടെന്നാണ് ഇനി പഠിക്കാനുള്ളത്. അച്ചടി യന്ത്രം, വെടിമരുന്ന് എന്നിവ ചൈനക്കാരുടെ കണ്ടുപിടുത്തങ്ങളാണ്. ഇവ ചൈനക്കാരിൽ നിന്നാണ് യൂറോപ്യർ മനസ്സിലാക്കിയത്. അച്ചടി വിദ്യ വിജ്ഞാനത്തിൻ്റെ വളർച്ചയെ സഹായിച്ചു. കടൽ യാത്രകളിൽ ദിശ മനസ്സിലാക്കാൻ സഹായിക്കുന്ന വടക്കുനോക്കി യന്ത്രവും ചൈനക്കാരുടെ കണ്ടുപിടുത്തമാണ്. വാസ്തുവിദ്യാ രംഗത്തും ചൈനക്കാർ വിദഗ്ധരായിരുന്നു. പടോകകൾ എന്നറിയപ്പെടുന്ന ബുദ്ധ ദേവാലയങ്ങൾ അവരുടെ നിർമ്മാണ വൈഭവത്തിന് തെളിവാണ്. അപ്പൊ എന്തൊക്കെയാ പറഞ്ഞത്? അച്ചടി യന്ത്രം, വെടിമരുന്ന്, അതുപോലെ തന്നെ വടക്കുനോക്കി യന്ത്രം, ഇതൊക്കെ എന്താണ്? ചൈനക്കാരുടെ കണ്ടുപിടുത്തമാണ്. അതുപോലെ പഗോഡകൾ എന്നറിയപ്പെടുന്ന ബുദ്ധ ദേവാലയങ്ങളൊക്കെ ഇവരുടെ നിർമ്മാണ വൈഭവത്തിന് തെളിവാണെന്നാണ് പറഞ്ഞത്. പഗോഡകൾ എന്താണ്? ചൈനക്കാർ നിർമ്മിച്ചിട്ടുള്ള ബുദ്ധ ദേവാലയങ്ങളാണ് പഗോഡകൾ. ഇത് ഒരു പ്രത്യേക രീതിയിലുള്ള കെട്ടിടങ്ങളായിരുന്നു, നമുക്ക് ചിത്രത്തിൽ കാണാൻ കഴിയും. അപ്പോൾ പഗോഡകൾ എന്നുള്ള നിർമ്മാണ രീതി കൊണ്ടുവന്നതാരാണ്? ചൈനക്കാരാണ്. എന്തൊക്കെയാണ്? അച്ചടി യന്ത്രം, വെടിമരുന്ന്, അതുപോലെ എന്താണ് വടക്കുനോക്കി യന്ത്രം, ഇതൊക്കെ എന്താണ്? ചൈനക്കാരുടെ സംഭാവനകളാണ്. ശാസ്ത്രം, സാഹിത്യം എന്നീ രംഗങ്ങളിലായിരുന്നു അറബികളുടെ പ്രധാന സംഭാവന. അൽ റാസി, ഇബിൻ സിന എന്നിവർ വൈദ്യശാസ്ത്ര രംഗത്തെ പ്രതിഭകളായിരുന്നു. അൽ റാസി രചിച്ച വൈദ്യശാസ്ത്ര ഗ്രന്ഥമാണ് കിതാബുൽ ഹവേ. ഇബിൻ സിന രചിച്ച പുസ്തകമാണ് അൽ ഖാനൂൻ. അപ്പോൾ അൽ റാസി, ഇബിൻ സിന എന്നിവർ വൈദ്യശാസ്ത്ര രംഗത്തെ പ്രതിഭകളായിരുന്നു. അൽ റാസി രചിച്ച വൈദ്യശാസ്ത്ര ഗ്രന്ഥമാണ് കിതാബുൽ ഹവേ. കിതാബുൽ ഹവേ രചിച്ചത് അൽ റാസി. അതുപോലെ തന്നെ ഇബിൻ സിന രചിച്ച പുസ്തകമാണ് അൽ ഖാനൂൻ. അൽ ഖാനൂൻ ആരാ രചിച്ചത്? ഇബിൻ സിന. ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, നോട്ട് ചെയ്യണേ. ഒമർ ഖയ്യാം രചിച്ച റുബായിയത്ത്, ഫിർദൌസിയുടെ ഷാഹ്നാമ എന്നിവ അക്കാലത്തെ പ്രധാന സാഹിത്യ സൃഷ്ടികളാണ്. പ്രശസ്തമായ 1001 രാവുകൾ അറബികളുടെ മറ്റൊരു സാഹിത്യ സംഭാവനയാണ്. അപ്പോൾ ഒമർ ഖയ്യാം രചിച്ച റുബാബിയത്ത്, അതുപോലെ ഫിർദൌസിയുടെ ഷാഹ്നാമ എന്നിവ അക്കാലത്തെ പ്രധാന സാഹിത്യ സൃഷ്ടികളാണ്. റുബാബിയത്ത് ആരാണ്? ഒമർ ഖയ്യാം രചിച്ചതാണ്. ഷാഹ്നാമ ഫിർദൌസിയുടെ കൃതിയാണ്. ഷാഹ്നാമ എഴുതിയത് ഫിർദൌസി, അതുപോലെ റുബാബിയത്ത് ആരാണ്? ഒമർ ഖയ്യാം രചിച്ചതാണ്. ഇനി 1001 രാവുകൾ എന്നുള്ള മറ്റൊരു കൃതിയുണ്ട്, അത് അറബികളുടെ സംഭാവന തന്നെയാണ്. അപ്പോൾ എന്തൊക്കെയാണെന്ന് ഒന്നുകൂടി നോക്കാം. അൽ റാസി, ഇബിൻ സിന. അൽ റാസി രചിച്ച വൈദ്യശാസ്ത്ര ഗ്രന്ഥമാണ് കിതാബുൽ ഹവേ. ഇബിൻ സിന രചിച്ച പുസ്തകമാണ് അൽ ഖാനൂൻ. ഒമർ ഖയ്യാം രചിച്ച ഒരു സാഹിത്യ സൃഷ്ടിയാണ് റുബാബിയത്ത്. അതുപോലെ ഈ ഫിർദൌസി രചിച്ചത് ഷാഹ്നാമ. 1001 രാവുകൾ എന്ന കൃതി അറബികളുടെ മറ്റൊരു സാഹിത്യ സംഭാവനയാണ്. ഇനി പുരാതന ഇന്ത്യ ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ കൈവരിച്ച പല നേട്ടങ്ങളും അറബികൾ മനസ്സിലാക്കുകയും അവരിലൂടെ അത് യൂറോപ്പിലേക്ക് എത്തുകയും ചെയ്തു. ഉദാഹരണം: പൂജ്യം, ദശാംശ സമ്പ്രദായം തുടങ്ങിയവ പുരാതന ഇന്ത്യ ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ ഉണ്ടാകുന്ന നമ്മുടെ ഇന്ത്യയുടെ നേട്ടങ്ങളാണ്. ഇതൊക്കെ അറബികൾ മനസ്സിലാക്കുകയും അത് യൂറോപ്പിലേക്ക് എത്തിക്കുകയും ചെയ്തു അവർ. എന്തൊക്കെയായിരുന്നു? പൂജ്യം, ദശാംശ സമ്പ്രദായമൊക്കെ ഇതിന് എക്സാമ്പിളാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞത് മധ്യകാലഘട്ടത്തിൽ അറബുകളുടെയും അതുപോലെ തന്നെ ചൈനക്കാരുടെയൊക്കെ ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ ഉണ്ടായിട്ടുള്ള സംഭാവനകളാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ മധ്യകാലഘട്ടത്തിൽ യൂറോപ്പിൻ്റെയും ചൈനയുടെയും അറബ് ലോകത്തിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട സവിശേഷതകളാണ് നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ളത്. ഇനി മധ്യകാലഘട്ടത്തിൻ്റെ അവസാനത്തോടെ കച്ചവടം ശക്തിപ്പെടുകയും കച്ചവട ബന്ധങ്ങളിലൂടെ സാംസ്കാരിക വിജ്ഞാന മേഖലകളിലെ പുരോഗതി മറ്റു പ്രദേശങ്ങളിലേക്കൊക്കെ എത്തിച്ചേരുകയും ചെയ്തു. മധ്യകാലഘട്ടത്തിൻ്റെ അവസാനത്തോടെ കച്ചവടം ശക്തിപ്പെടുകയും അതുപോലെ കച്ചവട ബന്ധങ്ങളിലൂടെ സാംസ്കാരിക വിജ്ഞാന മേഖലകളിലെ പുരോഗതി മറ്റു പ്രദേശങ്ങളിലേക്ക് എത്തിച്ചേരുകയും ചെയ്തു. ഇനി ഇവിടെ ഒരു ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. മധ്യകാല ലോകം എന്ന് പറഞ്ഞിട്ടുള്ളത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനുള്ളതാണ്. മധ്യകാല യൂറോപ്പിൽ എന്തൊക്കെയായിരുന്നു? ഫ്യൂഡലിസത്തിൻ്റെ സവിശേഷത നമ്മൾ പഠിച്ചല്ലേ. അതുപോലെ വിജ്ഞാനവും ആ ഒരു കാലഘട്ടത്തിലെ മധ്യകാല യൂറോപ്പിലെ വിജ്ഞാനവും കലയും സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചു അല്ലേ.
മധ്യകാല ചൈനയുടെ എന്തൊക്കെയായിരുന്നു അവരുടെ സംഭാവനകൾ? അച്ചടി വിദ്യ ഉണ്ടായിരുന്നു, അതുപോലെ വെടിമരുന്ന് ഉണ്ടായിരുന്നു, പിന്നെന്തായിരുന്നു? വടക്കുനോക്കി യന്ത്രവും പഠിച്ചില്ലേ. പിന്നെന്താണ് അറബികളുടെ സംഭാവന? എന്താണ്? വൈദ്യശാസ്ത്രത്തിൽ അൽ റാസിയുടെ സംഭാവന ഉണ്ട്, അതുപോലെ തന്നെ ഇബിൻ സിന. ഇവ രണ്ടുപേരും എന്താണ്? വൈദ്യശാസ്ത്രത്തിൽ സമഗ്രമായ സംഭാവനകൾ നൽകിയിട്ടുള്ള അറബികളാണ്. പിന്നെന്താണ്? അറബികളായിട്ടുള്ള ഫിർദൗസിയുടെയും ഉമേർ ഖയാമിൻ്റെ ഒക്കെ സാഹിത്യ സംഭാവനകളും നമ്മൾ പഠിച്ചില്ലേ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് തന്നെ പഠിക്കാം. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്